ആമ്പൽ നടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. ഇന്ന് എല്ലാവരും ഇപ്പോൾ ചെറിയ പോട്ടിലടക്കം ആമ്പൽ വളർത്തുന്നുണ്ട്. നമുക്ക് മറ്റ് വയലുകളിലും ചെറിയ കുളങ്ങളിലൊക്കെ ആയിരുന്നു ആമ്പൽ ധാരാളമായിട്ട് കാണാറ്. ഇന്ന് നമ്മുടെ വീട്ടിലും ആമ്പൽ ചെറിയ പോട്ടിലടക്കം നമുക്ക് വളർത്തിയെടുക്കാം. എൻ്റെ അടുത്തുള്ള കുറച്ച് ആമ്പൽ വെറൈറ്റികളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം ഞാൻ കുറേ ആമ്പൽ വാങ്ങി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് വേറൊരു രീതിയിലായിരുന്നു ഞാൻ നട്ടത്. ഇപ്പോൾ ഞാൻ നടുന്ന രീതിയിൽ നട്ടപ്പോൾ എനിക്ക് ധാരാളം ആമ്പലുകൾ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ ആമ്പലിൻ്റെ തൈയാണ് ഞാനിന്ന് നടുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഇലയിൽ നിന്നും ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇലയുടെ മധ്യത്തിലായിട്ട് ഇതാ ഇങ്ങനെയൊരു പൊടിപ്പ് നമുക്ക് കാണാം. ഇത് നിന്ന് ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയ തൈകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുത്താൽ നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഇങ്ങനെ തൈകളായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് നല്ലോണം കുറേ തൈകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വിവി പാരസ് എന്നാണ്. ഇങ്ങനെ ഇലകളിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന ആമ്പലുകൾ വിവി പാരസ് ഇനത്തിൽ പെട്ടതാണ്. ഇനി നടുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ബാക്കി ഇലയെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ വേരോട് കൂടി നമുക്ക് നല്ല തൈ കിട്ടിയിട്ടുണ്ട്. ആമ്പൽ നടുന്നതിന് ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു ടബ് വെച്ച് കൊടുക്കാം. അതിലേക്കൊരു ചെറിയ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ ആമ്പൽ നടേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് എല്ലുപൊടി ഇതിൻ്റെ അടിയിൽ ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഒരു 2 പിടി ചാണകപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്ക് കുറച്ച് മതി. കുറച്ച് കടലപ്പിണ്ണാക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മണ്ണ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ആമ്പൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആമ്പലിൻ്റെ തൈ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ആൽഫിക്കുട്ടനാണിത്. അവനും ഇത് നടുന്ന സ്ഥലത്തെല്ലാം അവനും വന്ന് എല്ലാം ഒന്ന് പരിശോധിക്കണം, എല്ലാം ഒന്ന് മണത്തെല്ലാം നോക്കുന്നതാണ്. ഇതിലേക്ക് വെള്ളമെല്ലാം നല്ലോണം നിറച്ച് കൊടുത്തു.
ഇനി കുറച്ച് ചെറിയ മീനിനെ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊതുക് വന്ന് മുട്ടയിടും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മീനിനെ ഞാൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ആമ്പൽ നട്ടാൽ നമുക്കിത് നല്ലോണം പിടിച്ച് കിട്ടും. ആമ്പലൊന്നും ചീഞ്ഞു പോകുന്നില്ല, നല്ല രീതിക്ക് തന്നെ നമുക്കിത് പിടിച്ച് കിട്ടും. ഒരു 1.5-2 മാസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അകത്ത് ധാരാളം പൂക്കൾ ഉണ്ടായി കിട്ടും. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക.